നമസ്കാരം. ഞാൻ ഡോക്ടർ പി മജീദ്. ഡോക്ടർ ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ഒരു നിമിഷം നിങ്ങൾ ഇന്ന് കഴിച്ച ആ കുഴിമന്തി അല്ലെങ്കിൽ കുടിച്ച ആ തണുത്ത ജ്യൂസ് നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഇപ്പോൾ ഒരു ടൈം ബോംബായി മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ? നാം അമൃത് എന്ന് കരുതി കഴിക്കുന്ന ഭക്ഷണം വെറും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ ജീവൻ എടുക്കുന്ന വിഷമായി മാറാം. കഠിനമായ വയറുവേദന, നിർത്താതെയുള്ള ഛർദി, ശരീരം തളർത്തുന്ന വയറിളക്കം, വിറയലോടെയുള്ള പനി, ഒടുവിൽ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ പോലും ബാധിക്കുന്ന അതിരൂക്ഷമായ നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ. കേരളത്തിൽ ഇന്ന് കേൾക്കുന്ന ഭയപ്പെടുത്തുന്ന വാർത്തകളിലെ വില്ലനായ ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങളാണിവ. എന്നാൽ പേടിച്ചിട്ട് കാര്യമില്ല. ശാസ്ത്രീയമായി ഇതിനെ എങ്ങനെ തടയാം എന്ന് നാം അറിഞ്ഞിരിക്കണം. നമ്മുടെ നിത്യജീവിതത്തിൽ പരീക്ഷിച്ച് വിജയിക്കാവുന്ന തികച്ചും ശാസ്ത്രീയമായ സുരക്ഷാ വഴികൾ ഇതാ ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ കാണുക. കാരണം ഇതിലൊന്ന് നിങ്ങളുടെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ ജീവൻ രക്ഷിച്ചേക്കാം. പച്ചമുട്ട, മയണൈസ് പൂർണ്ണമായും ഒഴിവാക്കുക. കുഴിമന്തിക്കും അൽഫാമിനോടൊപ്പം കിട്ടുന്ന മയണൈസ് പച്ചമുട്ടയുടെ മഞ്ഞക്കരു ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ സാൽമണല്ല ബാക്ടീരിയകൾ അതിവേഗം വളരും. ഹോട്ടലുകളിൽ നിന്ന് കഴിക്കുമ്പോൾ പച്ചമുട്ട ചേർത്ത മയണൈസ് ഒഴിവാക്കുകയോ പകരം വെജിറ്റബിൾ മയണൈസ് ആവശ്യപ്പെടുകയോ ചെയ്യുക. ഇറച്ചിയുടെ ഉൾഭാഗം കൃത്യമായ താപനിലയിൽ വേവിക്കുക. കുഴിമന്തി പോലുള്ള വിഭവങ്ങൾ വലിയ കുഴികളിലിട്ട് വേവിക്കുമ്പോൾ ഇറച്ചിയുടെ ഉൾഭാഗം പലപ്പോഴും കൃത്യമായി വേവാറില്ല. മാംസത്തിന്റെ ഉൾക്കാമ്പ് കോർ ടെമ്പറേച്ചർ കുറഞ്ഞത് 74 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും വെന്തു എന്ന് ഉറപ്പാക്കണം. വേവാത്ത മാംസം മാരകമായ ബാക്ടീരിയകളുടെ കേന്ദ്രമാണ്. ഭക്ഷണം അപകടകരമായ താപനിലയിൽ സൂക്ഷിക്കാതിരിക്കുക. 5 ഡിഗ്രി സെൽഷ്യസിനും 60 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലയെ ഡേഞ്ചർ സോൺ എന്ന് വിളിക്കുന്നു. ഈ താപനിലയിൽ ബാക്ടീരിയകൾ ഓരോ 20 മിനിറ്റിലും ഇരട്ടിക്കും. അതിനാൽ പാകം ചെയ്ത ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ഈ താപനിലയിൽ പുറത്ത് വെക്കരുത്. പച്ചക്കറികൾ വിനാഗിരി ലായനിയിൽ കഴുകുക. വിപണിയിൽ കിട്ടുന്ന പച്ചക്കറികളിലെ കീടനാശിനികൾ നീക്കാൻ വെറും വെള്ളത്തിൽ കഴുകിയാൽ പോരാ. 1 ലിറ്റർ വെള്ളത്തിൽ 20 മില്ലി വിനാഗിരിയോ അല്ലെങ്കിൽ 1 സ്പൂൺ ബേക്കിംഗ് സോഡയോ കലർത്തി അതിൽ പച്ചക്കറി 15 മിനിറ്റ് മുക്കി വെച്ച ശേഷം മാത്രം ഉപയോഗിക്കുക. ഫ്രൂട്ട്സ് ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് വൃത്തിയാക്കുക. ആപ്പിൾ, മുന്തിരി തുടങ്ങിയ പഴങ്ങളുടെ പുറത്തുള്ള മെഴുക് ചാലകങ്ങളും കീടനാശിനികളും കളയാൻ ബേക്കിംഗ് സോഡ കലർത്തിയ വെള്ളത്തിൽ നന്നായി ഉരസി കഴുകുക. ശേഷം നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ ഒരിക്കൽ കൂടി കഴുകിയെടുക്കണം. തുറന്നു വെച്ച തട്ടുകട ഭക്ഷണങ്ങൾ നിരസിക്കുക. വഴിയോരത്തെ തട്ടുകളിൽ ഈച്ചകളും പൊടിയും അടിക്കാത്ത രീതിയിൽ ഗ്ലാസ് കൂട്ടിൽ അടച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണം മാത്രം വാങ്ങുക. ഈച്ചകൾ മാരകമായ ഷിഗല്ല, കോളറ ബാക്ടീരിയകളുടെ പ്രധാന വാഹകരാണ്. പാകം ചെയ്ത എണ്ണ വീണ്ടും ചൂടാക്കാതിരിക്കുക. പല വഴിയോര കടകളിലും എണ്ണ ആവർത്തിച്ച് ചൂടാക്കി ഉപയോഗിക്കാറുണ്ട്. ഇത് ഭക്ഷണത്തിൽ ഫ്രീ റാഡിക്കലുകളും വിഷാംശങ്ങളും ഉണ്ടാക്കും. എണ്ണയ്ക്ക് കറുപ്പ് നിറമോ പുകയോ വരുന്നുണ്ടെങ്കിൽ ആ കടയിലെ പലഹാരങ്ങൾ ഒഴിവാക്കുക. ഫ്രിഡ്ജിലെ താപനില ശാസ്ത്രീയമായി ക്രമീകരിക്കുക. നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിലെ താപനില എപ്പോഴും 4 ഡിഗ്രി സെൽഷ്യസിന് താഴെയും ഫ്രീസർ -18 ഡിഗ്രി സെൽഷ്യസിലും ആയിരിക്കണം. എങ്കിൽ മാത്രമേ ബാക്ടീരിയകളുടെ വളർച്ച പൂർണ്ണമായും തടയാൻ സാധിക്കൂ. പച്ചമാംസവും വേവിച്ച ഭക്ഷണവും വേർതിരിച്ച് സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ പച്ചമാംസം എപ്പോഴും ഏറ്റത്തെ താഴത്തെ തട്ടിൽ കൃത്യമായി അടച്ച് സൂക്ഷിക്കുക. മുകളിലെ തട്ടിൽ വേവിച്ച ഭക്ഷണങ്ങൾ വെക്കുക. പച്ചമാംസത്തിൽ നിന്നുള്ള വെള്ളം വേവിച്ച ഭക്ഷണത്തിൽ വീഴുന്നത് വഴിയുള്ള ക്രോസ് കണ്ടാമിനേഷൻ ഇതിലൂടെ തടയാം. ഭക്ഷണം ഒരു തവണ മാത്രം വീണ്ടും ചൂടാക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഭക്ഷണം ആവശ്യമുള്ളത് മാത്രം എടുത്ത് 70 ഡിഗ്രി സെൽഷ്യസിൽ നന്നായി തിളപ്പിച്ച് ചൂടാക്കുക. ഒരു തവണ ചൂടാക്കിയ ഭക്ഷണം വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുകയോ വീണ്ടും ചൂടാക്കുകയോ ചെയ്യരുത്. കുടിവെള്ളം 1 മിനിറ്റെങ്കിലും തിളപ്പിച്ച് മറിക്കുക.
ടാപ്പ് വാട്ടറും മറ്റു കുടിവെള്ളവും വെറുതെ ചൂടായാൽ പോരാ. വെള്ളം നന്നായി തിളച്ചു മറിഞ്ഞതിന് ശേഷം റോളിംഗ് ബോയിൽ കുറഞ്ഞത് 1 മിനിറ്റെങ്കിലും തുടർച്ചയായി തിളപ്പിക്കണം. എങ്കിൽ മാത്രമേ അതിലെ വൈറസുകളും പ്രോട്ടോസേവുകളും നശിക്കൂ. ജ്യൂസ് കടകളിലെ ഐസിന്റെ ഉറവിടം ഉറപ്പുവരുത്തുക. പല ജ്യൂസ് കടകളിലും മീൻ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള അശുദ്ധമായ ഐസ് ഉപയോഗിക്കാറുണ്ട്. ജ്യൂസ് കുടിക്കുമ്പോൾ കടക്കാരനോട് ശുദ്ധമായ വെള്ളത്തിൽ ഉണ്ടാക്കിയ ഹോളോ ഐസ് ആണോ എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തുക. മിക്സി ജാറുകൾ കൃത്യമായ ഇടവേളകളിൽ അണുവിമുക്തമാക്കുക. ജ്യൂസ് കടകളെയും വീട്ടിലെയും മിക്സി ജാറുകളുടെ ബ്ലേഡിനടിയിൽ പഴങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇരുന്ന് ഉപ്പിലും ബാക്ടീരിയയും ഉണ്ടാകും. ഓരോ തവണ ഉപയോഗിച്ച ശേഷവും ചൂടുവെള്ളവും ഡിറ്റർജന്റും ഉപയോഗിച്ച് ഇത് വൃത്തിയാക്കണം. ബുഫേകളിൽ 2 മണിക്കൂർ നിയമം ഓർക്കുക. കല്യാണങ്ങൾക്കും പാർട്ടികൾക്കും ബുഫേ രീതിയിൽ ഭക്ഷണം വിളമ്പുമ്പോൾ ചൂടാറാത്ത സംവിധാനത്തിലാണോ എന്ന് നോക്കുക. ചൂടാറിയ ബുഫേ ഭക്ഷണം 2 മണിക്കൂറിൽ കൂടുതൽ പുറത്തിരിക്കുന്നതാണെങ്കിൽ അത് കഴിക്കുന്നത് ഒഴിവാക്കുക. ആശുപത്രി ക്യാൻറ്റീനുകളിൽ പച്ച സലാഡുകൾ പൂർണ്ണമായും ഒഴിവാക്കുക. ആശുപത്രി ക്യാൻറ്റീനുകളിൽ രോഗാണുക്കളുടെ സാന്നിധ്യം കൂടുതലായിരിക്കും. അവിടെയുള്ള വേവിക്കാത്ത പച്ചക്കറി സാലാഡുകൾ, പച്ചമുളക് ചമ്മന്തി എന്നിവ ഒഴിവാക്കി നന്നായി തിളച്ചുമറിഞ്ഞ വേവിച്ച ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. ടാപ്പ് വാട്ടർ നേരിട്ട് കുടിക്കുന്നത് നിർത്തുക. പൈപ്പ് വെള്ളത്തിൽ ക്ലോറിനേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും പൈപ്പുകളുടെ തകരാർ മൂലം മലിനജലം കലരാൻ സാധ്യതയുണ്ട്. അതിനാൽ ടാപ്പ് വാട്ടർ ഫിൽറ്റർ ചെയ്തോ തിളപ്പിച്ചോ അല്ലാതെ നേരിട്ട് കുടിക്കരുത്. ഐസ്ക്രീം വണ്ടിയിലെ ഉരുകിയ ഐസ്ക്രീം വാങ്ങാതിരിക്കുക. തള്ളുവണ്ടികളിൽ സൂക്ഷിക്കുന്ന ഐസ്ക്രീമുകൾ കരണ്ട് പോവുകയോ ഫ്രീസർ തകരാറിലാവുകയോ ചെയ്യുമ്പോൾ ഉരുകാറുണ്ട്. പിന്നീട് അത് വീണ്ടും കട്ടിയാകുമ്പോൾ അതിൽ മാരകമായ ലിസ്റ്റീരിയ ബാക്ടീരിയകൾ വളരും. രൂപമാറ്റം വന്നതോ ഉരുകി ഒഴിച്ചതോ ആയ ഐസ്ക്രീം വാങ്ങരുത്. ട്രെയിൻ യാത്രകളിൽ IRCTC ഔദ്യോഗിക ഭക്ഷണം മാത്രം ആശ്രയിക്കുക. റെയിൽവേ സ്റ്റേഷനുകളുടെ തറയിൽ വെച്ച് പാകം ചെയ്യുന്നതും ലൈസൻസ് ഇല്ലാത്തതുമായ വഴിയോര കച്ചവടക്കാരിൽ നിന്നും ട്രെയിൻ യാത്രകളിൽ ഭക്ഷണം വാങ്ങരുത്. IRCTC ആപ്പ് വഴി അംഗീകൃത പെൻട്രികളിൽ നിന്നുള്ള ഭക്ഷണം മാത്രം ഓർഡർ ചെയ്യുക. ബേക്കറിയിലെ ക്രീം കേക്കുകൾ ഡിസ്പ്ലേ താപനില ശ്രദ്ധിക്കുക. ബേക്കറികളിലെ പേസ്ട്രികളിലും ക്രീം കേക്കുകളും എപ്പോഴും കൺട്രോൾഡ് ഫ്രിഡ്ജുകളിൽ ചിൽഡ് ഡിസ്പ്ലേയിൽ ആയിരിക്കണം സൂക്ഷിക്കേണ്ടത്. സാധാരണ ഗ്ലാസ് ബോക്സിൽ വെച്ചിരിക്കുന്ന ക്രീം കേക്കുകൾ പെട്ടെന്ന് കേടാകും. പഴകിയ പഫ്സുകളും കട്ലറ്റുകളും തിരിച്ചറിയുക. ബേക്കറിയിലെ പഫ്സ്, കട്ലറ്റ് എന്നിവയുടെ ഉൾവശത്തെ ചിക്കൻ അല്ലെങ്കിൽ മുട്ട മസാലകൾ തലേ ദിവസത്തെയാകാൻ സാധ്യതയുണ്ട്. പഫ്സ് കഴിക്കുമ്പോൾ ഉൾവശത്തെ മസാലയ്ക്ക് നേരിയ പുളിപ്പോ അസ്വാഭാവിക മണമോ ഉണ്ടെങ്കിൽ ഉടൻ കഴിക്കുന്നത് നിർത്തുക. കരിക്ക് ചെത്തുന്ന കത്തിയുടെ വൃത്തി പരിശോധിക്കുക. വഴിയോരത്ത് കരിക്ക് കുടിക്കുമ്പോൾ കച്ചവടക്കാരൻ കരിക്ക് ചെത്താൻ ഉപയോഗിക്കുന്ന കത്തിയുടെയും അരിവാളിന്റെയും വൃത്തി നോക്കുക. തുരുമ്പിച്ചതും ഈച്ചയിരിക്കുന്നതുമായ കത്തികൾ, സ്റ്റീൽ സ്പൂണുകൾ വഴി അണുബാധ ഉണ്ടാകാം. ഡിസ്പോസിബിൾ സ്ട്രോകളുടെ പാക്കിംഗ് ശ്രദ്ധിക്കുക. ജ്യൂസ് കടകളിലും കരിക്ക് കടകളിലും തുറന്നു വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് സ്ട്രോകളിൽ പൊടിയും അണുക്കളും ഉണ്ടാകും. പേപ്പറിൽ പൊതിഞ്ഞ അതല്ലെങ്കിൽ കൃത്യമായി അടച്ച് ബോക്സിൽ സൂക്ഷിച്ച സ്ട്രോകൾ മാത്രം ഉപയോഗിക്കുക. കൈകൾ 20 സെക്കൻഡ് സോപ്പിട്ട് കഴുകുക. ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുമ്പും കഴിക്കുന്നതിന് മുമ്പും കൈപ്പത്തികൾ, വിരലുകളുടെ ഇടവഴി എന്നിവ സോപ്പ് ഉപയോഗിച്ച് കുറഞ്ഞത് 20 സെക്കൻഡെങ്കിലും നന്നായി ഉരസി കഴുകണം. കൈകൾ കഴുകൽ തന്നെയാണ് ഏറ്റവും വലിയ പ്രതിരോധം. ചോപ്പിംഗ് ബോർഡുകൾ വേർതിരിച്ച് ഉപയോഗിക്കുക. ഇറച്ചി വെട്ടാൻ ഉപയോഗിക്കുന്ന അതേ ചോപ്പിംഗ് ബോർഡും കത്തിയും ഉപയോഗിച്ച് പച്ചക്കറികൾ അരിയരുത്. മാംസത്തിലെ ബാക്ടീരിയയിൽ പച്ചക്കറിയിലേക്ക് പടരാൻ ഇത് കാരണമാകും. പച്ചക്കറികൾക്ക് പച്ച ബോർഡും മാംസത്തിന് ചുവപ്പ് ബോർഡും ഉപയോഗിക്കുക. മുട്ടകൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ് കഴുകാതിരിക്കുക. മുട്ടയുടെ പുറന്തോടിൽ പ്രകൃതിദത്തമായ ഒരു സംരക്ഷണ പാളിയുണ്ട്, ക്യൂട്ടിക്കൾ. മുട്ട കഴുകുമ്പോൾ ഈ പാളി
നഷ്ടപ്പെടുകയും തോടിലെ സുഷിരങ്ങളിലൂടെ ബാക്ടീരിയകൾ ഉള്ളിലേക്ക് കടക്കുകയും ചെയ്യും. അതിനാൽ മുട്ടകൾ ഉപയോഗിക്കുന്നതിന് തൊട്ടുമുമ്പ് മാത്രം കഴുകുക. ടിന്നിൽ അടച്ച ഭക്ഷണങ്ങളുടെ പുറംഭാഗം പരിശോധിക്കുക. കാനുകളിൽ വരുന്ന മീൻ, ഇറച്ചി, പഴങ്ങൾ എന്നിവ വാങ്ങുമ്പോൾ കാനുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചതവോ വീർക്കലോ ബൾജിങ് തുരുമ്പോ ഉണ്ടെങ്കിൽ അത് വാങ്ങരുത്. ഇത് മാരകമായ ബോട്ടിലിസം എന്ന വിഷബാധയ്ക്ക് കാരണമാകും. പാക്കറ്റ് ഭക്ഷണങ്ങളുടെ യൂസ് ബൈ തീയതി നോക്കുക. പലരും ബെസ്റ്റ് ബിഫോർ തീയതി ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ പെട്ടെന്ന് കേടാകുന്ന പാൽ, മാംസം എന്നിവയുടെ പാക്കറ്റുകളിൽ യൂസ് ബൈ തീയതിയാണ് നോക്കേണ്ടത്. ഈ തീയതി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് ഉപയോഗിക്കരുത്. കടൽ വിഭവങ്ങളുടെ ഫ്രഷ്നെസ് ഉറപ്പാക്കുക. മീൻ വാങ്ങുമ്പോൾ അതിൻ്റെ കണ്ണുകൾ തെളിഞ്ഞതാണോ എന്നും ചെകിളപ്പുകൾക്ക് നല്ല ചുവപ്പ് നിറമുണ്ടോ എന്നും നോക്കുക. അമോണിയ കലർന്നതോ പഴകിയതായ മീനുകളിൽ നിന്ന് ഹിസ്റ്റമീൻ എന്ന കെമിക്കൽ ഉൽപ്പാദിക്കപ്പെടുകയും അത് കഠിനമായ അലർജിക്കും ഭക്ഷ്യവിഷബാധയ്ക്കും കാരണമാകുകയും ചെയ്യും. അടച്ചുറപ്പുള്ള പാത്രങ്ങളിൽ മാത്രം ഭക്ഷണം സൂക്ഷിക്കുക. പാകം ചെയ്ത ഭക്ഷണം പാത്രങ്ങളിൽ അടച്ചു വെക്കാതെ തുറന്നു വെച്ചാൽ പല്ലി, പാറ്റ, ഈച്ച തുടങ്ങിയ ജീവി അതിൽ വീഴാനോ അവയുടെ മലമൂത്ര വിസർജനം വഴി ഭക്ഷണം മലിനമാകാനോ സാധ്യതയുണ്ട്. ഭക്ഷണം വിളമ്പുന്ന പാത്രങ്ങൾ പൂർണ്ണമായി ഉണക്കുക. കഴുകിയ ഉടനെ ഈർപ്പമുള്ള പാത്രങ്ങളിൽ ഭക്ഷണം വിളമ്പരുത്. ഈർപ്പമുള്ള അന്തരീക്ഷം ബാക്ടീരിയകൾക്ക് വളരാൻ അനുകൂലമാണ്. പാത്രങ്ങൾ നന്നായി തുടച്ച് ഉണങ്ങിയ ശേഷം മാത്രം ഭക്ഷണം വിളമ്പുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്കോ നിങ്ങളുടെ കൂടെയുള്ളവർക്കോ ഭക്ഷ്യ വിഷബാധയേറ്റാൽ ഒരു എമർജൻസി സാഹചര്യത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായി ചെയ്യേണ്ടത് പരിഭ്രാന്തരാകാതിരിക്കുകയാണ്. ശരീരം ഛർദിയിലൂടെയും വയറിളക്കത്തിലൂടെയും വിഷാംശത്തെ പുറന്തള്ളാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് സ്വയം ചികിത്സ പാടില്ല. പ്രത്യേകിച്ച് വയറിളക്കം നിർത്താനുള്ള ഗുളികകൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കഴിക്കരുത്. അത് വിഷാംശം ശരീരത്തിൽ തന്നെ തങ്ങി നിർത്താൻ കാരണമാകും. ശരീരത്തിൽ നഷ്ടപ്പെടുന്ന വെള്ളവും ലവണങ്ങളും തിരിച്ചു പിടിക്കാൻ ORS ഓറൽ ഡീഹൈഡ്രേഷൻ സോൾട്ട് ലൈനി കൃത്യമായ അളവിൽ കുറേശ്ശെയായി കുടിച്ചുകൊണ്ടിരിക്കുക. കരിക്ക് വെള്ളം, ഉപ്പിട്ട കഞ്ഞിവെള്ളം എന്നിവയും നൽകാം. എന്നാൽ ലക്ഷണങ്ങൾ കഠിനമാവുകയോ മലത്തിൽ രക്തത്തിന്റെ സാന്നിധ്യം കാണുകയോ ബോധക്ഷയം ഉണ്ടാകുകയോ ചെയ്താൽ ഒട്ടും സമയം കളാതെ രോഗിയെ തൊട്ടടുത്ത് ഉള്ള ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കണം. കൂട്ടുകാരെ, നമ്മൾ സമ്പാദിക്കുന്ന പണം നല്ല ആഹാരം കഴിക്കാനാണ്, അല്ലാതെ ആശുപത്രികൾ കൊടുക്കാനല്ല. തുടക്കത്തിലെ ജാഗ്രത, ഒടുക്കത്തിലെ ജീവൻ രക്ഷ എന്നതാണ് ഭക്ഷ്യസുരക്ഷയുടെ ശാസ്ത്രം. കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ലേബലില്ലാത്ത ഭക്ഷണങ്ങളെക്കാൾ നമ്മുടെ ആരോഗ്യത്തിനാണ് നാം മുൻഗണന നൽകേണ്ടത്. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. സുരക്ഷിതമായി ഭക്ഷണം കഴിക്കുക, ആരോഗ്യത്തോടെ ജീവിക്കുക. നന്ദി.